ഹായ് നമസ്തേ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇപ്പോൾ ഒരു സമയം ഒരു 5 മണി 5:15 ആയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഞാൻ ഇത്രയും ഏർലി മോർണിംഗ് എന്ത് റെഡിയായി നിൽക്കുന്നതെന്ന്. ആക്ച്വലി ഞാൻ ഹൈദരാബാദ് പോവുകയാണ്. അപ്പം രാവിലെയാണ് ഫ്ലൈറ്റ്. അപ്പം നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. ബ്ലോക്കൊക്കെ കിട്ടാതെ എയർപോർട്ടിൽ എത്താമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം അതുകൊണ്ടാണ് ഇത്ര ഏർലി മോർണിംഗ് റെഡിയായി സെറ്റായി നിൽക്കുന്നത്. ദച്ചുമോളെ ഉണർത്തിയിട്ടില്ല. കുറച്ചുകൂടി കഴിഞ്ഞ് ഉണർത്താമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അവളെ പ്രത്യേകിച്ച് ഉണർത്തിയിട്ട് പല്ലേപ്പിച്ച് ഡ്രസ്സ് ഒടിപ്പിച്ചങ്ങ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. എത്ര തണുപ്പുള്ള ഒരു സമയത്ത് അവളെ കുളിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചു. നല്ല മഴയും നല്ല വെള്ളത്തിനൊക്കെ നല്ല ഐസ് പോലത്തെ തണുപ്പൊക്കെയാണ്. അപ്പോൾ അവളെ കുളിപ്പിക്കൽ നടക്കില്ല. ഈവൻ ചൂടുവെള്ളം പോലും വരുന്നില്ല. ചൂടുവെള്ളം അടക്കം തണുത്താണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ അത് മാത്രമേ എനിക്ക് പണിയുള്ളൂ. ദച്ചുവിനെ എണീപ്പിക്കുക, റെഡിയാക്കുക, പോവുക. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലി ഒക്കെ ഉണ്ട്. എൻ്റെയും കൂടി ഫ്രണ്ട്സാണ് അവർ. ഞാൻ നേരത്തെ പോയതും കുട്ടിയുടെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യവും അവരുടെ കൂടെ തന്നെയാണ് പോകുന്നത്. അവരെ ഞാൻ വ്ളോഗിൽ കാണിക്കാം കേട്ടോ. പോണ വഴിക്ക് അവർ കയറും, അപ്പോൾ കാണിക്കാം. അപ്പോൾ ഓക്കെ, വഴിയേ കാണാം. ദച്ചുമോൾ നല്ല ഉറക്കത്തിലാണ്. ഇത് എങ്ങനെ എണീപ്പിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ചിലപ്പോൾ ടാറ്റ പോകാനാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ചാടി എണീക്കേണ്ടതാണ്. ട്രൈ ചെയ്ത് നോക്കണം. വലിയ വാശിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എണീറ്റാൽ കൊള്ളായിരുന്നു. എൻ്റെ ലഗേജൊക്കെ പാക്ഡാണ്. ഇത് ദച്ചുമോൾക്ക് ഇടാനുള്ള ഡ്രസ്സും ഉണ്ട്, പിന്നെ ഒരു ടർക്കിയും കൂടി ഞാൻ എക്സ്ട്രാ എടുത്തു എന്നുള്ളൂ. എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് കൈ പിടിക്കാമെന്നുള്ള ധാരണയിലെടുത്തതാണ്. ഇന്നലെയും ഞാൻ പാക്ക് ചെയ്ത് വെച്ചു. ഈ ഒരൊറ്റ ലഗേജുള്ളൂ. ഞാൻ മറ്റേ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ പോകുന്നത്. ആദ്യമായിട്ട് പോകുകയായിരുന്നെങ്കിൽ ഒരു വലിയ പെട്ടിയൊക്കെ ഉണ്ടാകുമായിരുന്നു. ഇതിപ്പോൾ മീഡിയം സൈസാണ്. എന്നാലും ഇത് ദച്ചുവാവേനെ എണീപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പല്ല് ഏൽപ്പിക്കണം. അവളായി എണീറ്റപ്പോൾ തന്നെ പറഞ്ഞു കുളിക്കണ്ട എണീക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ കുളിപ്പിക്കുന്നൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ കുളിപ്പിക്കില്ലായിരുന്നു. ഇനിയിപ്പോൾ പല്ലൊക്കെ തേച്ച് ഞങ്ങൾ റെഡിയായിട്ട് പോകും. അത് കൊതു കൊച്ചു എപ്പോൾ നോക്കിയാലും എൻ്റെ കൊച്ചിനെ കൊതു കടിക്കില്ല. പനി ചൊറിയുമായിരുന്നു. അമ്മ ചൊറിഞ്ഞു തരാം. പായോ, നമുക്ക് പല്ല് വെച്ചിട്ട് ഡ്രസ്സൊക്കെ ഇടാം. പോവണ്ടേ നമുക്ക്? കുച്ചണ്ട, കുളിക്കണ്ട കേട്ടോ. അച്ചടുത്ത് പോവാം. അപ്പം ദാ ദച്ചുമൊക്കെ റെഡി ആയിട്ട് നിൽക്കുവാണ്. കാണിച്ചോക്ക്. കുഴപ്പമൊന്നുമില്ലാണ്ട് അവൾ നിന്ന് വന്നു. മേലൊന്നും കഴുകിച്ചില്ല. ഞാൻ ജസ്റ്റ് ഡൈപ്പറൊന്ന് ചേഞ്ച് ചെയ്തു, പല്ല് ഏൽപ്പിച്ചു, ഡ്രസ്സ് പിടിപ്പിച്ചു. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ഫ്രഷ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഉറക്കത്തിലാണ്. അതിപ്പോൾ കാറിൽ പോകുമ്പോൾ ഉറങ്ങിക്കോളെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പോവാം നമുക്ക്. എങ്ങോട്ടാ പോണേ? അച്ചടുത്താണോ പോണേ? ചോദാ ശരി. അവൾക്ക് പ്രശ്നമേ വേണ്ടമേ വേണ്ടമേ. വേണ്ട, പാവം നല്ല ഉറക്ക. വിളിക്കണ്ട. അപ്പൊ ശരി, ടാറ്റ. ബാക്കി കളികൾ ഹൈദരാബാദിൽ അതെ, അവിടെ ഇവിടെ ആയിട്ടായിരിക്കും ഇനി ബാക്കി. പറയാം. അമ്മ ആറ്റോടാ, ആദ്യം ഉമ്മ തന്നു കൊച്ച്. ആ ഫോണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഇതേ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. പോകെടുത്തേക്കാം. അന്ത് ചേട്ടാ ഇങ്ങോട്ട് നോക്കി ഹായ് പറയൂ. അഭിനയ ഗുലപതി.
അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെ ചെക്കിനൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി. റിച്ചു എയർപോർട്ട് എത്തിയപ്പോഴേക്കും എണീക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡൊക്കെ കൊടുത്തു, ഞങ്ങളും കഴിച്ചു. അപ്പോൾ അവൾ ഫ്ലൈറ്റൊക്കെ കണ്ടുകൊണ്ടാണ് ഫുഡ് കഴിച്ചത്. ഫസ്റ്റ് ടൈം വന്നപ്പോഴും ഇതൊന്നും അവൾ ആയിട്ടില്ലായിരുന്നു എടുക്കുന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ. ഇപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി ഫ്ലൈറ്റൊക്കെ കണ്ടിട്ട്. എവിടെ ഇരിക്കണ കണ്ണ? ഫ്ലൈറ്റിൽ എണീക്കരുത് കേട്ടോ. ഫ്ലൈറ്റ് കയറി ടേക്ക് ഓഫ് സമയത്ത് തന്നെ ദച്ചു ഉറങ്ങി. ലാസ്റ്റ് എൻ്റെ മടിയിൽ കിടത്തി ഞാൻ ഉറക്കി. അങ്ങനെ ഹൈദരാബാദ് എയർപോർട്ടിലും എത്തി. ഒരു 1.5 മണിക്കൂർ അത്രേ എടുത്തോളൂ. ഫ്ലൈറ്റ് ആകുമ്പോൾ പിന്നെ പൊതുവെ അത്രയല്ലേ എടുക്കുള്ളൂ. വീട് എത്തിയപ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ദോശ ഉണ്ടാക്കി കഴിച്ചു. ഒരു വീട്ടിലെ പൊടിയാണിത്, നോക്കണം എല്ലാവരും. ഞാൻ കൊച്ചിയിൽ ഹൈദരാബാദ് ലാൻഡ് ചെയ്തിട്ട് ക്ലീനിങ് ആണ് എൻ്റെ പരിപാടി. ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഉറങ്ങിയായിരുന്നു. എണീറ്റപ്പോൾ ലേറ്റായിട്ട് അതൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഡിന്നറൊക്കെ കഴിച്ചു. അപ്പം ഞാൻ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉറങ്ങാനുള്ള സമയമായി. 10:30 ഒക്കെ കഴിഞ്ഞായിരുന്നു. കൊച്ചുമോൾക്ക് ഉറക്കം വന്നിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉറക്കണം അല്ലേ? അടുത്തൊന്തിരിക്കും ഒക്കെ വന്നിട്ടിരിക്കുകയാണ്. നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. ടാറ്റ.